ഈ ഉമ്മയുടെ കണ്ണീർ തീരുമോ? ജോലി തേടി ദുബായിലെത്തിയ തൻ്റെ മകനെ കാണാതായ വിഷമത്താൽ കരയുന്ന ഈ ഉമ്മയുടെ തീരാത്ത ആഗ്രഹം സാധ്യമാകുമോ? കഴിഞ്ഞ 2.5 വർഷമായി നെഞ്ചുപൊട്ടി കരയുകയാണ് വയനാട് പൊഴുതന സ്വദേശിനിയായ ജാസ്മിൻ എന്ന ഈ പാവം ഉമ്മ. മകൻ അഫ്സൽ പുതിയൊരു ജോലി സ്വപ്നം കണ്ട് ഗൾഫിലെത്തി. വെറും 5-ാമത്തെ ദിവസമാണ് അഫ്സലിനെ കാണാതാകുന്നത്. അവൻ താമസിച്ചിരുന്ന മുറിയിൽ ഇന്നും അവൻ്റെ വസ്ത്രങ്ങളും വിരിപ്പുകളുമെല്ലാം അതുപോലെ തന്നെയുണ്ട്. 1 വർഷം മുമ്പ് ദുബായ് പോലീസ് കണ്ടെടുത്ത ഒരു അജ്ഞാത മൃതദേഹം തൻ്റെ മകൻ്റേതാണോ എന്നറിയാൻ വിറക്കുന്ന നെഞ്ചോടെ DNA ടെസ്റ്റിനായി ഈ 50-കാരി ദുബായിലേക്ക് വിമാനം കയറിയതാണ്. ഭാഗ്യത്തിന് അത് അഫ്സൽ ആയിരുന്നില്ല. അന്ന് തുടങ്ങിയതാണ് ഈ ഉമ്മയുടെ അലച്ചിൽ. എൻ്റെ പൊന്നുമോൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവനെ കണ്ടെത്താതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ് ഇവർ. ഇതിനിടയിൽ അഫ്സലിനെ ഷാർജയിൽ വെച്ചു കണ്ടു, ഹോട്ടലിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും. വഴി പോലും അറിയാത്ത ആ നാട്ടിൽ ഒരു പെണ്ണെന്ന നിലയിലുള്ള പരിമിതികൾ മറന്ന് ആ ഉമ്മ മകനെ ഓർത്ത് ഓടിയെത്തും. പക്ഷേ ഒടുവിൽ നിരാശയോടെ മടങ്ങേണ്ടി വരും. ചിലരൊക്കെ പറയുന്നു അവൻ കൊല്ലപ്പെട്ടതാണെന്ന്. മറ്റു ചിലർ പറയുന്നു അവൻ എവിടെയോ സുരക്ഷിതനായിട്ടുണ്ടെന്ന്. ഒരു വിവരവുമില്ലാതെ കൂലിപ്പണിക്കാരനായ ഭർത്താവിനെയും കുടുംബത്തെയും നാട്ടിലാക്കി ദുബായിൽ ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്താണ് ഈ ഉമ്മ ഇന്നും മകനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നത്. 3 മക്കളിൽ ഏറ്റവും സ്നേഹമുള്ളവനായിരുന്നു അവൻ. അവന് ആരോടും ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. എവിടെയാണ് എൻ്റെ മോൻ? ജീവനോടെയുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും എന്നെങ്കിലും തൻ്റെ പൊന്നുമോൻ ഓടിവന്ന് കെട്ടിപ്പിടിക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ആ ഉമ്മയുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കാത്തിരിപ്പ് വെറുതെയാകാതിരിക്കട്ടെ. അഫ്സൽ ഉമ്മയുടെ അരികിലേക്ക് എത്രയും വേഗം തിരിച്ചെത്താൻ നമുക്കും പ്രാർത്ഥിക്കാം.